വേദിയിൽ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ഫൈസൽ കൊച്ചി, ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തിയ തനിമയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ കുഞ്ഞാലി, ഇവിടെ തൊട്ടുമുമ്പ് സംസാരിച്ച ഡോക്ടർ ജമീൽ, പ്രിയ സുഹൃത്തുക്കളും ഏറ്റവും വിവിധ സന്ദർഭങ്ങളിൽ പലപ്പോഴും വിനിമയം നടത്താറുമുള്ള പാലക്കാടിന്റെ സാരഥികൾ കൂടിയായിട്ടുള്ള സുധീർ, നൌഷാദ്, അതുപോലെ ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ക്യാമ്പിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. വളരെ ദീർഘമായ ഒരു പ്രഭാഷണത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. മാത്രമല്ല, എൻ്റെ ഒരു ഭാഗധേയം, പ്രത്യേകമായിട്ടുള്ള ഭാഗധേയം പൂർത്തിയായിരിക്കുന്നു. അത് ഈ പുരസ്കാരങ്ങളുടെ സമർപ്പണം എന്നതായിരുന്നു. എങ്കിൽ പോലും അത് ഇവിടെ ഇപ്പൊ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇവിടെ ഈ വേദി സുഹൃത്തുക്കളെല്ലാം PT എന്ന് വിളിക്കുന്ന അബ്ദുൾ റഹ്മാൻ എന്ന റഹ്മാൻ മുന്നൂർ എന്ന ആളുടെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് എന്ന ഒരു പ്രധാന കാര്യം വളരെ വളരെ പ്രാധാന്യത്തോടെ, അതിൻ്റെ വലിയ പ്രസക്തിയോടെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് നൽകുന്ന ഒരു സന്തോഷവുമുണ്ട്. തൊട്ടുമുമ്പ് ശ്രീ ജമീൽ, അദ്ദേഹം വളരെ, അത് സണ്ണി കപ്പിക്കാട് പറഞ്ഞതായി, കാരണം സാംസ്കാരികമായ തമസ്കരണത്തെ കുറിച്ച് തീർച്ചയായിട്ടും കപ്പിക്കാട് സംസാരിച്ചിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിന്റെ കൂടി ഭാഗമായിരിക്കും എങ്ങനെ റദ്ദാക്കപ്പെടുന്ന പേരുകൾ ഉണ്ടാവുന്നു, എങ്ങനെയാണ് അതിന്റെ അധികാര ബലതന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുപോലെയുള്ള വലിയ സാമൂഹിക വിഷയങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ സാംസ്കാരിക അന്വേഷണങ്ങളിലേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല. എങ്കിൽ പോലും ഞാൻ ഇതുപോലൊരു വേദിയിൽ റഹ്മാൻ മുന്നൂർ അനുസ്മരണ വിവർത്തന മത്സരത്തിലെ വിജയികൾക്കാണ് സമ്മാനം നൽകുന്നത് എന്ന പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് ശ്രീ റഹ്മാൻ മുന്നൂരിനെ കുറിച്ച് അല്പം, പ്രത്യേകിച്ച് ഞാൻ സുധീറിനോട് ആവശ്യപ്പെട്ടത് അദ്ദേഹം എഴുതിയ എന്തെങ്കിലും ലേഖനങ്ങൾ, ഒരാളെ നാം അറിയുക എന്നത് അവരുടെ പ്രത്യേകിച്ചും എഴുത്തിലൂടെയും ചിന്തയിലൂടെയുമാണ്. ആ അർത്ഥത്തിൽ കുറെയൊക്കെ റിസർവ്ഡായ, അല്ലെങ്കിൽ വളരെ അന്തർമുഖനായിരുന്ന വ്യക്തിത്വമാണെന്ന് ശ്രീ കുഞ്ഞാലി അവർ ഇവിടെ സൂചിപ്പിച്ചു. സ്വാഭാവികമാണ്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, വലിയ അന്വേഷണങ്ങൾ, അത് ആന്തരികമായ മനുഷ്യന്റെ ആന്തരിക സംസ്കരണത്തിന് വലിയ തുറസ്സുകൾ നൽകുന്ന അന്വേഷണങ്ങൾ സ്വമേധയാ യാതൊരു ക്ഷീണവുമില്ലാതെ സ്വന്തം അവസാന ശ്വാസം വരെ നടത്തിയ ഒരു മനുഷ്യനായിരുന്നു, ഒരു വ്യക്തിത്വമായിരുന്നു, ഒരു മനീഷിയായിരുന്നു റഹ്മാൻ മുന്നൂര് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്കറിയാം, ഇതുപോലെയൊക്കെ ഉള്ള വേദികൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ തനിമ പോലെ ഉള്ള ഒരു കലാ സാംസ്കാരിക, തനിമയുടെ പറളിയിലെ വേദിയിലൊക്കെ ഞാൻ വന്ന ഓർമ്മ എപ്പോഴുണ്ട്. കാരണം അവിടെ പറഞ്ഞതും ഇത്രയുമാണ്, കലയും സാഹിത്യവും. അതുപോലെയുള്ള ഇവിടെ നടന്ന മത്സരങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. അത് വളരെ സന്തോഷം നൽകുന്നതാണ്. കാരണം കലയുടെ ഭിന്ന മുഖങ്ങളിലുള്ള, ഭിന്ന വഴികളിലുള്ള, തിരക്കഥയാകട്ടെ കവിതയാകട്ടെ, അപ്പൊ കലാവിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നാം നടത്തുന്ന ഏത് അന്വേഷണങ്ങളും ആവിഷ്കാരങ്ങളും മനുഷ്യന്റെ ആന്തരികമായ സംസ്കൃതിയെ, മനുഷ്യന്റെ ആന്തരിക ലോകത്തെ വിസ്തൃതമാക്കുന്നതാണ്. അതാണ് എല്ലാ സമയത്തും കലയുടെ ഏറ്റവും വലിയ മഹത്വം എന്നാണ്. അപ്പൊ ഞാനത് ആ രീതിയിൽ തന്നെ പറയുകയാണ്, ഒരു മത വീക്ഷണത്തിൽ നിന്നുകൊണ്ട്. അത് ഏത് മതവും ആയിക്കോട്ടെ, അതിന്റെ മതത്തിന്റെ മതപരമായ ചര്യകൾ, മതത്തിൻ്റെതായ ഫ്രെയിം ഇതിനകത്തൊക്കെ നിന്നുകൊണ്ടാണെങ്കിൽ പോലും അത് കലാത്മകമായ അന്വേഷണങ്ങൾക്ക് മുതിരുന്നു എന്നത് അതിന്റെ ആന്തരികമായ വെളിച്ചം വർദ്ധിപ്പിക്കാൻ വലിയ തോതിൽ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടെയാണ് റഹ്മാൻ മുന്നൂർ എത്രയോ പാട്ടുകൾ എഴുതിയ, നാടകം രചിച്ച, കലയിലും ദൃശ്യ ശ്രാവ്യ മാധ്യമ ലോകത്ത്, അതുപോലെ എഡിറ്റർ എന്ന നിലയ്ക്ക്
ഒക്കെയുള്ള മഹത്തായ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെതായ നിലയ്ക്ക് സാധിച്ചു എന്നത് വെറുതെ അല്ല. കാരണം അദ്ദേഹം നിരന്തരമായ നിത്യമായ ആത്മാന്വേഷിയായിരുന്നു എന്നതാണ്. ആത്മാന്വേഷിയാകുന്ന ഒരാൾക്ക് മാത്രമേ ആത്മീയമായ അന്വേഷണത്തിന് സാധിക്കുകയുള്ളൂ. അത് നാം പറയുന്ന സൈദ്ധാന്തികമായ മതനിയമങ്ങളും മതചര്യയ്ക്കും അപ്പുറമുള്ള ഒരു അന്വേഷണമാണ്. അങ്ങനെ ഞാൻ റഹ്മാൻ മുന്നൂറിനെ കുറിച്ച് സധൈര്യം പറയാൻ എനിക്ക് കഴിയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച പ്രത്യേകിച്ച് തസവൂഫ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട ആ വിഷയം എന്നത്, തസവൂഫ് എന്നത് ഒരു ചെറിയ വാക്കല്ല. ഒരു ഇസ്ലാം മതവിശ്വാസിയായ ഒരു മനുഷ്യൻ തസവൂഫിനെ കുറിച്ച്, സൂഫിസത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പോകാവുന്ന അതിരുകളും ലംഘിച്ചുകൊണ്ട് റഹ്മാൻ മുന്നൂറിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഈ യോഗാത്മകത്വം, മിസ്റ്റിസിസം, അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ പല അടരുകളുമുള്ള സൂഫിസത്തിന്റെ തന്നെ മറ്റൊരു വാക്കായിട്ടാണ് സത്യത്തിൽ സാധാരണ തസവൂഫ് ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷെ അതിലേക്ക് ലയിക്കപ്പെട്ടിട്ടുള്ള, അതിന്റെ അന്തർധാരകളായി പ്രവർത്തിച്ചിട്ടുള്ള ബുദ്ധിസത്തിന്റെയോ ഹിന്ദുയിസത്തിന്റെയോ ക്രിസ്ത്യൻ സങ്കല്പങ്ങളുടെയോ ഒക്കെ അന്വേഷണങ്ങളെ റഹ്മാൻ മുന്നൂർ ഇതിൽ സധൈര്യം വിശകലനം ചെയ്യുന്നു. ആ വിശകലനത്തിലൂടെ മനുഷ്യന്റെ ആത്മീയതയുടെ അനന്തമായ സാധ്യതയും ആകാശവും എന്താണ് എന്ന് അന്വേഷിക്കുന്നു. അതൊരു ചെറിയ വിഷയമല്ല. അങ്ങനെ ഒരാളെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെ സാധിക്കുന്നത് നമ്മൾ പല തലങ്ങളിൽ, കാരണം ഞാൻ പറയാൻ വന്നത് ഒരു ഏകശിലാത്മകമായ ഏക സ്വഭാവം ഉള്ള ഒരു സങ്കല്പമല്ല ഈ തസവൂഫ് എന്നതുകൂടിയാണ്. അപ്പൊ അത് തന്നെ നിലവിലുള്ള നമ്മളുടെ ഈ വിശ്വാസ സംഹിതകളിലേക്ക് എങ്ങനെ ഏകോപിപ്പിക്കപ്പെടും എന്ന ഒരു അന്വേഷണം കൂടിയാണ് റഹ്മാൻ മുന്നൂറിനെ പോലെ ഒരാൾ നടത്തുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഏകാന്തമായ, ഒരു തരത്തിൽ പറഞ്ഞാൽ തികച്ചും സന്യാസ തുല്യമായ അന്വേഷണങ്ങൾ, ഒരുപക്ഷെ നാരായണ ഗുരുവിന്റെയോ അല്ലെങ്കിൽ അപ്പുറത്ത് ചട്ടമ്പി സ്വാമികളുടെയോ ഒക്കെ പോലെ മറ്റു തരത്തിൽ എങ്ങനെയാണ് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്റെ സമൂഹത്തിൽ, തന്റെ സമുദായത്തിൽ, തന്റെ പ്രിയപ്പെട്ടവർക്കിടയിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എങ്ങനെ സാധിക്കുമെന്ന് അന്വേഷിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു, അതിന്റെ നിത്യമായ അടയാളപ്പെടുത്തലുകളായിരുന്നു റഹ്മാൻ മുന്നൂറിന്റെ ജീവിതവും എഴുത്തും എന്നാണ് അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ അതും പൂർണ്ണമായിരുന്നില്ല ഞാൻ വായിച്ച ലേഖനം, അതിന്റെ ആദ്യ ഭാഗം മാത്രമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സമീപനത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ, അദ്ദേഹത്തിന്റെ ആത്മസൃഷ്ടമായ അതിന്റെ വിശകലനങ്ങളുടെ സംശുദ്ധിയും വെളിച്ചവും അദ്ദേഹം പറയാതെ പറയുന്നത് നാം ഇതിന്റെ ബഹുത്വത്തെ, പ്ലൂരാലിറ്റിയെ എങ്ങനെ അക്കമഡേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഇതുപോലെയൊക്കെയുള്ള വേദിയിൽ പ്രിയപ്പെട്ട നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയുന്നത് പലതരത്തിലുള്ള ഫോബിയകൾ. ഇപ്പൊ നമുക്കറിയാം, ഇസ്ലാമോഫോബിയ എന്ന വാക്ക് പല തലങ്ങളിൽ ഉയർത്തപ്പെടുന്നതാണ്. അങ്ങനെ ഇസ്ലാമോഫോബിയ ഉണ്ടാകുന്നതോ ഉണ്ടാക്കപ്പെടുന്നതോ ആയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുമ്പോഴും അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അതിനെ ഒരു വലിയ അപ്പുറത്തുള്ള ഒരു സമൂഹത്തിന് അങ്ങനെ ഒന്നല്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഒരുപക്ഷെ ഏറ്റവും മികച്ച, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ വിലപ്പെട്ട ഡിവൈസ് എന്ന് പറയുന്നത്, ഉപകരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കലയാണ്. ഈ പറഞ്ഞതുപോലെ സത്യസന്ധമായ ആത്മീയമായ അന്വേഷണങ്ങളാണ്. അത് മുന്നോട്ട് നടത്തിയ, തെളിയിച്ച ഒരു മനുഷ്യനാണ് റഹ്മാൻ മുന്നൂർ. വിക്കിപീഡിയയിൽ നിന്നൊക്കെ റഹ്മാൻ മുന്നൂർ പോയിക്കോട്ടെ, അതുകൊണ്ടൊന്നും റഹ്മാൻ മുന്നൂർ ഇല്ലാതാവുകയില്ല. ടെക്നോളജിയുടെ എല്ലാ സാധ്യതകളിലും ഈ റഹ്മാൻ മുന്നൂർ എന്ന പേരിന് തിരിച്ചു വന്നേ പറ്റൂ. മറ്റതെല്ലാം അതിലെ സംവാദം നടത്തുന്ന വിക്കിപീഡിയയുടെ ആളുകൾ അപ്പുള്ള അതിനനുസരിച്ച് നടത്തുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിത്യമായ കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരാളും താൻ എഴുതിയതിനെയൊക്കെ പറപ്പിച്ചു വെച്ചുകൊണ്ട് നടന്നുപോയ നിരവധി മനുഷ്യരുണ്ട്. പക്ഷെ പിന്നീട് അത് കമ്പയർ ചെയ്യപ്പെടുന്നുണ്ട്. അത് പ്രകൃതിയുടെ ഒരു കാവ്യ നീതിയാണ്. നിങ്ങൾ സത്യസന്ധമായും ഉദ്ദേശശുദ്ധിയോടും തെളിച്ചത്തോടും വെളിച്ചത്തോടും ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയാവുക തന്നെ ചെയ്യും. എന്നൊന്നും ആ നിലയ്ക്ക് റഹ്മാൻ മുന്നൂർ ബാക്കിയാവുക തന്നെ ചെയ്യും, നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, സ്നേഹം.